ദേവി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഗായത്രി മന്ത്രമാഹാത്മ്യവും ഗൗതമശാപവും. ഗായത്രി ദേവിയാൽ അനുഗ്രഹീതനായ ഒരു മുനിയായിരുന്നു ഗൗതമ മഹർഷി. സാക്ഷാൽ പരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് കേട്ടോ ഗായത്രി ദേവി. തൻ്റെ ധർമ്മപത്നിയായ ഹല്യാദേവിയും ഒരുമിച്ച് ദിവസേന 3 സന്ധ്യകളിൽ, 3 സന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം എന്നിവയാണ് 3 സന്ധ്യ. ഈ 3 സന്ധ്യകളിലും അദ്ദേഹം ഗായത്രി മന്ത്രം ജപിച്ച് തർപ്പണം ചെയ്ത് ജഗദംബികയായ ദേവിയെ ആരാധിച്ചു വന്നതിൻ്റെ ഫലമായി സർവ്വവിധ ഐശ്വര്യങ്ങളും ആ ആശ്രമത്തിൽ നിർലോഭം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആരുടെ ആശ്രമത്തിൽ? ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കാലത്ത് ദൈവശാപത്താലോ പ്രകൃതി കോപത്താലോ എന്താണെന്നറിയില്ല, രാജ്യത്തൊട്ടാകെ ഒട്ടും മഴയില്ലാതെ കൃഷികൾ സർവ്വവും നശിക്കും. യാതൊരു ഭക്ഷണവും കിട്ടാതെ കൊടും ക്ഷാമം മൂത്ത് ജനങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങി. രാജ്യത്തെങ്ങാനും പട്ടിണി മരണങ്ങളും രോഗങ്ങളും വർദ്ധിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗൗതമ മുനിയുടെ ആശ്രമം സർവ്വവിധ ഐശ്വര്യങ്ങളും സുഭിക്ഷതയുടെയും കാര്യത്തിൽ മുൻപിലായിരുന്നു. ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ ചെന്നാൽ എല്ലായ്പ്പോഴും തങ്ങൾക്ക് ഭക്ഷണവും സർവ്വസുഖങ്ങളും കിട്ടുമെന്നറിഞ്ഞിട്ട് രാജ്യത്തെ ഒട്ടനവധി ബ്രാഹ്മണർ എന്ത് ചെയ്ത് ആശ്രമത്തിൽ അഭയം തേടിയെത്തി. അപ്പോൾ ആശ്രമത്തിൽ സ്ഥലം ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആശ്രമത്തിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്ത് ചുറ്റുമുള്ള വനപ്രദേശം കൂടി വെട്ടിത്തെളിയിച്ചിട്ട് അവിടെ പാർപ്പ് ഉറപ്പിച്ച് യാതൊരു വിധമായ വെറുപ്പോ വിദ്വേഷമോ ഒന്നും കൂടാതെ മഹർഷി അവരെല്ലാം യഥാവിധി സ്വീകരിക്കൂട്ടോ. എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സർവ്വ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കും. ഒരു ദിവസം ഗായത്രി മന്ത്രം ജപിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ലോകമാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഗൗതമ മുനിക്ക് ഒരു അക്ഷയപാത്രം ദാനം ചെയ്യും. എന്നിട്ട് പറയുന്നത്, അല്ലയോ ഋഷീശ്വര, ഇത്രയധികം ആളുകളെ സംരക്ഷിക്കുവാൻ അങ്ങ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട്. ഇനി മേലിൽ എല്ലാവിധ ആഹാര സാധനങ്ങളും ഈ അക്ഷയപാത്രം ദാനം ചെയ്യും. യാഗത്തിന് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഈ അക്ഷയപാത്രം ദാനം ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് ആര് മറിയും? അമ്മ മറിയും. സാക്ഷാൽ ഭുവനേശ്വരി മറിയും. അന്ന് മുതൽ പണ്ടത്തേതിലും അധികമായ സുഖത്തോടും ആനന്ദത്തോടും സംതൃപ്തിയോടും കൂടി ഈ ബ്രാഹ്മണരൊക്കെ അവിടെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങും. ഒന്നിനൊരു കുറവുമില്ല. നല്ല സുഖം. എന്താഗ്രഹിക്കുന്നോ അതവർക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കേട്ട് കൂടുതൽ അശരണരും എവിടേക്ക് വന്ന് തുടങ്ങി? മഹർഷീൻ്റെ ആശ്രമത്തിൽ. സ്വാർത്ഥപ്രേരിതമായി പ്രത്യേകം യാഗങ്ങൾ ഓരങ്ങനെ മെല്ലെ നടത്താൻ തുടങ്ങി. കാരണം ചെലവില്ലാത്ത കാര്യമല്ലേ, ചെല്ലുന്നിടം വരെ ചെല്ലട്ടെ എന്ന് ഓരും വിചാരിച്ച്. അങ്ങനെ ഗൗതമ മഹർഷിക്ക് ഐശ്വര്യം വർദ്ധിച്ചപ്പോൾ അഹങ്കാരം വർദ്ധിച്ചത് ആരുടെ മനസ്സിലാണ്? ഈ ബ്രാഹ്മണരുടെ മനസ്സിലാണ്. അങ്ങനെ ഓരെന്താക്കി തമ്മിൽ മുനിയെയും പത്നിയെയും അവർ പുച്ഛിക്കാൻ തുടങ്ങും. ബ്രാഹ്മണർക്ക് ആഹാരം തന്നതിനാലാണ് മഹർഷിക്ക് ഇത്രയും ഐശ്വര്യം വന്നത്. ബ്രാഹ്മണരെ അനുഗ്രഹമാണ് ഇതിനൊക്കെ കാരണം. അപ്പം പിന്നെ വേറൊരു കൂട്ടർ ചോദിക്കും, അത് തന്നെ നമ്മളിങ്ങനെ ചെയ്തതിനെ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത്. ഈ മുനിക്ക് ഇവിടെ എന്താണ് ഇപ്പോൾ കാര്യം? അയാൾ എന്ന് വരെ അവർ പറയാൻ തുടങ്ങും. പണ്ടുള്ളവർ പറയും, അർഹിക്കുന്ന പാത്രത്തിലേ ദാനം കൊടുക്കാവൂന്ന്. അതുകൊണ്ട് അത്രയും കൃതജ്ഞത, നന്ദില്ലാത്ത കാര്യങ്ങളായിരിക്കും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ഒരു ദിവസം നാരദ മഹർഷി തൻ്റെ മഹതി എന്നുള്ള വീണയിൽ വിഷ്ണു ഭഗവാനെയും ഗായത്രി ദേവിനെയും കീർത്തിച്ച് ഗാനം ചെയ്തുകൊണ്ട് ഗൗതമാശ്രമത്തിൽ വരും. മഹർഷി വരീനെ കണ്ടപ്പം ഭയങ്കര ഭക്തിപൂർവം സൽക്കരിച്ചിരുത്തും. ഗൗതമ മഹർഷി
ബ്രഹ്മപുത്രനെ സൽക്കരിച്ചിരുത്തും. എന്നിട്ട് അദ്ദേഹം എന്ത് പറയും, അങ്ങ് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അരുളി ചെയ്താലും. അപ്പം നാരദ മഹർഷി പറയും, അല്ലയോ ശ്രേഷ്ഠനായ മഹർഷേ, ഞാനിവിടെ വന്നത് സുഹൃതനിധിയായ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനാണെന്ന് പറയും. അങ്ങയുടെ ദാനധർമാദികളെക്കുറിച്ചുള്ള കീർത്തി ദേവലോകത്ത് വരെ എത്തിയിരിക്കുന്നു. ദേവി കടാക്ഷം ലഭിച്ച അങ്ങ് പുണ്യവാന്മാരിൽ പുണ്യവാനായി തീർന്നിരിക്കുന്നു എന്ന് ആര് പറയും? നാരദ മഹർഷി പറയും. ഞാൻ കൂട്ടത്തിൽ പറയും, ഞാൻ ത്രിലോക സഞ്ചാരിയാണ്, എവിടെ എനിക്ക് ചെന്നെത്താം. ഭേദബുദ്ധിയില്ലാതെ ആശ്രിത സംരക്ഷണം ചെയ്യുന്ന മഹർഷികളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങയുടെ മാതിരി എന്ന് പറയും. അമ്മയുടെ കാരുണ്യവും സർവമംഗളവും അങ്ങേക്കുണ്ടാവട്ടെ എന്നും പറഞ്ഞ് നാരദ പോവും. അപ്പോൾ അതിനിടയ്ക്ക് ബ്രാഹ്മണർ പറയും, ഓ ഇയാളിപ്പോൾ എന്തിനാണ് വന്നത്? ഞാൻ ഇവിടെ കണ്ടിട്ടൊരു കാണാത്ത ഭാവം നടിച്ച് പോയിക്കളഞ്ഞില്ലേ? തമ്മിൽ ഇവരിങ്ങനെ ഗൗതമ മഹർഷീനെ അധിക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. ബ്രാഹ്മണരുടെ ഇടയിൽ നന്ദികേടിനാൽ പിറന്ന അവജ്ഞയൊന്നും ഈ ശുദ്ധാത്മാവായ ഗൗതമ മഹർഷി അറിഞ്ഞതേയില്ല. അങ്ങനെയിരിക്കും ഒരു ദിവസം ഗൗതമ മഹർഷി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരൊക്കെ കൂടി എന്ത് ചെയ്യുന്നറിയോ? ഒരു ചാകാറായ ഒരു വൃദ്ധ പശുവിനെ യജ്ഞകുണ്ഡത്തിനരികിലേക്ക് ഉന്തിത്തള്ളി വിടൂ. ആ പശു പ്രാഞ്ചി യാഗകുണ്ഡത്തിനടുത്ത് വന്ന് പിടച്ച് താഴെ വീണ് കയ്യും കാലും തല്ലിച്ചാകും. ഇത് കണ്ടപ്പം ഗൗതമ മഹർഷി ഒട്ടാകെ വിഷമിച്ചു പോകും. കാരണം എന്താണ്, അഗ്നികുണ്ഡത്തിൻ്റെ യാഗകുണ്ഡത്തിൻ്റെ അടുത്ത് ഒരു പശു വന്ന് ചാകുക എന്ന് വെച്ചാൽ എന്താ, അത്രയും അമംഗളകരമായ ദുർനിമിത്താണത് അല്ലേ? അപ്പം എന്താണ്, ഗൗതമ മഹർഷിക്ക് ഭയങ്കര വിഷമാവും. അത് ഭയങ്കര സങ്കടത്തോടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകിയിട്ട് പിന്നെ ഗൗതമ മഹർഷി പ്രാർത്ഥിക്കും. ആരെ? ത്രിമൂർത്തികളെയും പ്രാർത്ഥിക്കും, പിന്നെ അമ്മയെ പ്രാർത്ഥിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ്, അയാളെ മനസ്സിൽ ഉദിച്ച ദിവ്യജ്ഞാനത്താൽ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാകും. ഇത് ഈ ബ്രാഹ്മണരുടെ പണിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ അഗ്നി പോലെ ജ്വലിക്കും. അപ്പം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പുറത്ത് രസിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നന്നായില്ലേ, ഇയാളെ യാഗമൊക്കെ മുടങ്ങിയല്ല, നന്നായിക്കെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഇയാളെന്താക്കും? ശപിക്കും. എങ്ങനെ ശപിക്കുക? പാപികളെ, മഹാപാപികളെ, നന്ദി കേട് കാണിച്ച മൂഢാത്മാക്കളെ, അധർമ്മികളായ നിങ്ങൾ ബ്രാഹ്മണരാണോ? കഷ്ടം. അപ്പോൾ പറയുന്ന എന്ത്? പരസ്ത്രീ സക്തന്മാരായി സ്വന്തം ഭാര്യയെയും ഭഗിനിയെയും മാതാവിനെയും ധനത്തിനു വേണ്ടി വിക്രയം ചെയ്യുന്ന പാപികളായി, ഈശ്വര വിശ്വാസമില്ലാത്ത പാഷണ്ഡന്മാരായി, പൂണുനൂലും ധരിച്ച് ഉദരപൂരണത്തിന് വേണ്ടി എന്ത് നാണക്കേടും സഹിച്ചലയുന്ന ദരിദ്ര പരീക്ഷകളായി, യജ്ഞോപവീതമല്ലാതെ ബ്രാഹ്മണ ലക്ഷണമൊന്നുമില്ലാത്തവരായി ഭവിച്ചു മരിച്ച് ചിരകാലം നിങ്ങൾ കുംഭീഭാഗം നരകത്തിൽ കിടക്കട്ടെ എന്ന് ശപിച്ച് കോപാന്തനായിട്ട് അദ്ദേഹം കമണ്ഡലൂന്ന് തീർത്ഥജലം എടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞിട്ട് ധ്യാന നിമഗ്നനായിട്ട് നിൽക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഞങ്ങൾ ചെയ്തത് മഹാദ്രോഹമാണെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി ശാപം എന്തായാലും വലിക്കില്ലേ. അപ്പോൾ എന്താക്കൂ, എല്ലാവരും കൂടി വന്നിട്ട് ഈ എന്താണ് ഗായത്രി ദേവീനെയും ഗൗതമ മഹർഷീനെയും പിന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറയും, ഞങ്ങൾക്ക് ശാപമോക്ഷം അരുളണോ, ഞങ്ങൾ അറിവില്ലായ്മനെ കൊണ്ട് പിന്നെ ചെയ്തു പോയതാണെന്നറിയും. അപ്പം ഗൗതമ മഹർഷി പറയും, നിങ്ങളിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ച് നിങ്ങൾ മതിയാവും. കാരണം എന്താണ്, ഒരാളോട് നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വധത്തിന് തുല്യമാണ് എന്നാണ്. ബ്രാഹ്മണർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഹീനകൃത്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ ഒരു അനുഗ്രഹം കൊടുക്കും. എന്ത്? ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ മഹാവിഷ്ണു തൻ്റെ പൂർണ്ണ കലകളോടും കൂടി ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി ശക്തിസ്വരൂപിണിയായ കാർത്യായനീ ദേവിയും ഒരുമിച്ച് ഭൂതലത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കും. ആ കാലം വരെ നരകത്തിൽ കിടന്നതിന് ശേഷം
എന്താണ് ബ്രാഹ്മണരായി തന്നെ നിങ്ങൾ ധരണിയിൽ പിറന്നുകൊള്ളാനറിയും. അങ്ങനെ ശാപമോക്ഷവും നൽകി ഗൗതമൻ എന്താക്കും, ഗൗതമ മഹർഷി യാഗശാലയിലെ അന്തർഗൃഹത്തിലേക്ക് പോയിക്കാള്. എന്തിന്? മനസ്സ് ശാന്തമാക്കാൻ, അമ്മേനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഒരു പുണ്യം എന്താണെന്ന് വെച്ചാൽ സന്ധ്യ 3 ത്രിസന്ധ്യകളും നമ്മൾ ഗായത്രി മന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ അത്യുത്തമം എന്ന് പറഞ്ഞാൽ അത്യുത്തമാണ്.